തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻ ദാസ് സജീവ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ. കോൺഗ്രസ് ആണ് തന്റെ കുടുംബമെന്ന് ബെയിലിൻ തന്നെ പറയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. CPIM-ൽ കുറച്ചുകാലം പ്രവർത്തിച്ചിരുന്ന ഇയാൾ 2020 മുതൽ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്നാൽ പ്രതി ബെയിലിൻ ദാസ് ഇടതുപക്ഷ പ്രവർത്തകനാണെന്ന് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമമാണ് വ്യാപകമായി നടക്കുന്നത്. എന്നാൽ താൻ അടിയുറച്ച കോൺഗ്രസുകാരനാണെന്ന് ബെയിലിൻ തന്നെ പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാം. എന്തുകൊണ്ടും ജനകീയമായ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, UDF-ൽ ഇരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ തീരദേശത്ത് സമാധാനവും പുരോഗമനവും വളർച്ചയും കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഒരു മനസ്സിലാക്കലിൻ്റെ, ആ ഒരു നേർക്കാഴ്ചയുടെ, ആ ഒരു വിചിന്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ചുവട് കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറ്റിയത്. പലരും ചോദിക്കാം, നാളെ നിങ്ങൾ BJP-യിലേക്ക് മാറില്ലേ? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഒരിക്കൽ ചുവട് മാറ്റിയ വ്യക്തി വീണ്ടും മാറുമോ ഇല്ലയോ എന്ന ആശങ്ക ജനങ്ങളിലുണ്ടാകാം. എന്നാൽ നീതിക്കും ന്യായത്തിനും തീരദേശ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നൊരൊറ്റ വിശ്വാസത്തിൽ എൻ്റെ പ്രസ്ഥാനമായ, എൻ്റെ തറവാടായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ഞാൻ തിരിച്ചു വന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റം എൻ്റെ ജനത്തിനും എൻ്റെ നാടിനും ഗുണം ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ ഈ തിരിച്ചുവരവ്. ഈ തിരിച്ചുവരവിൽ എന്നെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും മൃദുലതയുടെയും ഭാഷയിൽ വരവേറ്റ എൻ്റെ എല്ലാ തറവാട്ടിലെ മുതിർന്ന പിതാക്കന്മാരെയും എൻ്റെ എല്ലാ യുവ തുർക്കികളെയും, അതായത് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ, അവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. എന്നും അവരോടൊപ്പം ഉണ്ടാകുകയും പൂന്തുറയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന ഭാവി, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വളർച്ചയിൽ തളർച്ചയിലും ഞാൻ ഓരോ നിമിഷവും ഇമ വെട്ടാതെ പാർട്ടിയോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. CPIM-ൽ കുറച്ചുകാലം പ്രവർത്തിച്ചിരുന്ന ഇയാൾ 2020-ലാണ് കോൺഗ്രസിലെത്തിയത്. കോൺഗ്രസ് തന്റെ കുടുംബമാണെന്നും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയെന്നുമാണ് ബെയിലിൻ തന്റെ പഴയ വീഡിയോയിൽ പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത പൊതുയോഗത്തിൽ വെച്ചാണ് CPIM വിട്ട് ബെയിലിൻ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നത്. എന്നാൽ ഇയാൾ കോൺഗ്രസുകാരനാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ ഇതുവരെയും നിലപാട് പറയാൻ തയ്യാറായിട്ടില്ല. വീഡിയോ പുറത്തു വന്നതോടെ ബെയിലിനെ ഇടതുപക്ഷക്കാരനായി ചിത്രീകരിക്കുവാനുള്ള ചിലരുടെ ശ്രമങ്ങളാണ് പൊളിഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബെയിലിൻ ദാസിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിലും എത്തിയിരുന്നു. ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ സ്റ്റേഷൻ കടവിൽ നിന്നാണ് തുമ്പ പോലീസ് പിടികൂടിയത്. ഒന്നും പേടിക്കേണ്ട, ഞങ്ങളുണ്ട് കൂടെയെന്ന് ബെയിലിൻ ദാസിനോട് നേതാക്കൾ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. DCC സെക്രട്ടറി ഗോപിദാസാണ് ബെയിലിൻ ദാസിനെ കാണാനായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. നിലവിൽ ബാർ അസോസിയേഷന്റെ കോൺഗ്രസ് അനുകൂല സംഘടനയിലെ സജീവ പ്രവർത്തകനുമാണ് ഇയാൾ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ബെയിലിൻ ദാസ് ഇടതുപക്ഷ പ്രവർത്തകനാണെന്ന് വ്യാജ പ്രചരണം നടത്തുന്നത്. ഇയാളെ CPIM-കാരനായി ചിത്രീകരിക്കുവാനാണ് ഇവരുടെ ശ്രമം. ഇതെല്ലാമായിട്ടും കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? ബെയിലിൻ അതിക്രൂരമായാണ് അഭിഭാഷക ശ്യാമലിയെ മർദ്ദിച്ചത്. ഓഫീസിൽ ഇല്ല, കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. ഓഫീസിൽ ആ സമയത്ത് അഡ്വക്കേറ്റ് മിഥുന, പ്രിയ ചേച്ചി, ആനന്ദേട്ടൻ, ഞാൻ, സാറ്, ഞങ്ങൾ ഇത്രയും പേര് ഓഫീസിലുണ്ടായിരുന്നത്. ഞങ്ങൾ ക്യാബിനിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി സാറിനോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ ഞാൻ മിഥുനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാറിനെ അടിച്ചത്. അപ്പോൾ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ്. യുവതിയുടെ മുഖത്ത് ഗുരുതര പരിക്കേറ്റിട്ടുമുണ്ട്. മോബ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് യുവതി പറയുന്നത്. നിയമം സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലത്താണ് നിയമലംഘനമുണ്ടായത് എന്നത് അത്യന്തം ദുഃഖകരമാണ്.